നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ഹൂ ഹെൽപ് മീ, ഇറ്റ് മസ്റ്റ് ബി യു. എന്നെ സഹായിച്ചത് നീ തന്നെയായിരിക്കും. ഒരിക്കൽ വിയറ്റ്നാം യുദ്ധത്തിൽ മുറിവേറ്റ ഒരാളെ ഒരു പട്ടാള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടമായി. ഇനി ഒരു സാധാരണ ജീവിതം അദ്ദേഹത്തിന് നയിക്കുവാൻ കഴിയത്തില്ല. അനേക അപരിചിതർ അദ്ദേഹത്തെ പരിചരിക്കുന്നു. എങ്ങും യുദ്ധത്തിൻ്റെ ആരവം കേട്ടുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ ചുറ്റും കരച്ചിലിൻ്റെയും തേങ്ങലിൻ്റെയും ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ചുറ്റിനും എന്താണ് നടക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അനേക ആരോഗ്യ പ്രവർത്തകർ വരുന്നുണ്ട്. അവർ മരുന്നുമൊക്കെ തൻ്റെ മുറിവുകളിൽ വയ്ക്കുന്നുണ്ട്. അന്ന് ആ ദിവസം 2000 മൈലുകൾ അകലെ സഞ്ചരിച്ച് തൻ്റെ മാതാവ് അദ്ദേഹത്തെ കാണുവാൻ ആശുപത്രിയിൽ വന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ ആ മാതാവ് തൻ്റെ നെറ്റിയിൽ കൈവച്ചു. അയാളുടെ ശരീരം, ആ സ്പർശനം ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അമ്മേ, ഇത് അമ്മയാണോ? അതെ, അമ്മ തന്നെയാണ്. മദർ ഈസ് ദാറ്റ് യു, ഇറ്റ് മസ്റ്റ് ബി യു. ഒരു വാക്കുപോലും ആ അമ്മ സംസാരിച്ചില്ല. എന്നാൽ ഒരൊറ്റ സ്പർശനം. അദ്ദേഹത്തിന് മനസ്സിലായി അത് അമ്മയുടേതാണെന്ന്. കഴിഞ്ഞ മണിക്കൂറുകൾ അനേകർ തന്നെ സ്പർശിച്ചു. അനേകർ തൻ്റെ ശരീരത്തിൽ പരിശോധന നടത്തി. അനേകർ മുറിവ് കിട്ടി. എന്നാൽ ആ സ്പർശനം അനുപമമായ സമാനതകളില്ലാത്ത സ്പർശനമാണ് അമ്മയുടെ സ്പർശനം. എന്നാൽ അതിലും വലിയ അതിവിശിഷ്ടമായ ഒരു തലോടലുണ്ട്. അത് നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ ദൈവത്തിൻ്റെ സ്പർശനമാണ്. അതാണ് നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുവാൻ പറ്റിയ ഏക സ്പർശനം. ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ അത് നമ്മുടെ അന്തരാത്മാവിൽ അനുഭവിക്കാൻ കഴിയും. ദൈവിക വാക്കുകൾ നമ്മുടെ ഭാഗ്യ ചെവികൾ കൊണ്ട് കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ആത്മാവിനാൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് സ്വസ്ഥമായിരിക്കുന്നത് പോലെ നമ്മെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഏക സ്പർശനം, ശബ്ദം, സാന്നിധ്യം, അത് ദൈവത്തിൻ്റെത് മാത്രമാണ്. എല്ലാവരും നമ്മുടെ അടുക്കൽ വന്നു. അവർക്ക് ചെയ്യുവാൻ സാധ്യമായതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അവർ മടങ്ങിപ്പോകുന്നു. അവർക്ക് മടങ്ങിയേ പറ്റൂ. അവർ പരിമിതിയുള്ളവരാണ്. എന്നാൽ ദൈവ സാന്നിധ്യം അത് നമ്മെ വിട്ടു മാറുന്നില്ല. താങ്കൾക്കിപ്പോൾ അസാധ്യമായത് ഒരു ദൈവിക സ്പർശനമാണ്. നമ്മുടെ മുറിവുകൾ ദൈവം തൊടുന്നു. തൻ്റെ ആണിപ്പഴുതേറ്റ കരങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ സ്പർശിക്കുന്നു. നാളുകളായി ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ ആ സ്പർശനത്താൽ ഉണങ്ങുന്നു. ആത്മാവിൽ അനുഭവിക്കുന്ന ഉത്കണ്ഠയും വിഷാദവും വേദനയും സ്പർശനവും ഇല്ലാതാകുന്നു. മനുഷ്യർ മുറിവേൽപ്പിച്ചതിനെ ആ സ്പർശനം സൗഖ്യമാക്കുന്നു. മനുഷ്യർ തൊടുവാൻ അറയ്ക്കുന്നതിനെ യേശു തൊടുന്നു. മനുഷ്യർ അവഗണിച്ച മുറിവുകളെ യേശു തൊട്ട് സൗഖ്യമാക്കുന്നു. യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്. ആർക്കും താങ്കളെ വേണ്ട എങ്കിലും യേശുവിന് താങ്കളെ വേണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇതാരോടും പറയരുത്. എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിൻ്റെ വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വരുന്നു. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിനകത്ത് ശൂന്യതകൾ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെട്ട അവസ്ഥകൾ കടന്നു വരുമ്പോൾ
പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ഇനി സഹായിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ചലിക്കുന്ന യേശുവിൻ്റെ കരമുണ്ട്. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ രക്തസ്രവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ യേശുവിനെ തൊട്ടാലും യേശു തൊട്ടാലും സൗഖ്യം സംഭവിക്കും. അന്തരാത്മാവിൽ തൊടുവാൻ കഴിവുള്ള ഏക സത്യദൈവം അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് യേശു ക്രിസ്തുവെല്ലാം ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.